വർഗീയ വിഷം ഇന്ത്യ രാജ്യത്ത് ചീറ്റിയ തൊഗാഡിയയും സ്വാതി പ്രാച്ചിയും എത്തുന്നു കേരളത്തിലേക്ക്. ശബരിമല വിഷയം തങ്ങളുടെ വിഷയമാക്കി മാറ്റി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ സംഘപരിവാറുകാർ. വിശ്വാസികളെ മുൻനിരയിൽ നിർത്തി അണിയറയിൽ സംഘപരിവാർ ഗൂഢാലോചനകൾ. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൂട്ടാൻ ഇന്ത്യ കണ്ട വർഗീയ പ്രാസംഗികരെത്തുമ്പോൾ കേരളത്തിലെ വിശ്വാസികൾ ഓർക്കേണ്ട ചിലതുണ്ട്. ശബരിമല വിഷയത്തിൽ കേരളത്തിലെ ഹൈന്ദവ ജനതയോടൊപ്പം തോളോട് ചേർന്ന് നിന്നവരാണ് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും. വിശ്വാസം ഹനിക്കപ്പെട്ടപ്പോൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കാനും അവർ മറന്നിട്ടില്ല. ശബരിമല സംരക്ഷണ ജാഥകൾക്ക് പല മേഖലകളിലും കൂടെ നിന്ന് ഐക്യദാർഢ്യം അർപ്പിച്ചു. നന്മയുള്ള ഹൈന്ദവ ജനത പ്രസക്തിയറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇന്ത്യ കണ്ട വർഗീയ പ്രാസംഗികന്മാർ നാളെ വിശ്വാസികൾക്കിടയിലേക്ക് വരുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രമാണ്: ലോകസഭാ തെരഞ്ഞെടുപ്പ്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെ ബാനറിൽ പ്രതീഷ് വിശ്വനാഥ് നയിക്കുന്ന ശബരിമല സംരക്ഷണ യാത്രയ്ക്കിടെ വർഗീയ കലാപത്തിന് സാധ്യതയുണ്ടെന്ന് പോലീസിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കുമെന്നാണ് പ്രതീഷിന്റെ ആഹ്വാനം. ഇതിനിടെ സംഘർഷമുണ്ടാകുമെന്നും പോലീസ് അയ്യപ്പ വിഗ്രഹത്തെ തകർത്തുവെന്ന വികാരം ആളിക്കത്തിച്ച് കലാപത്തിനാണ് ശ്രമമെന്നും ഇന്റലിജൻസ് തിരിച്ചറിയുന്നു. പ്രതീഷിന്റെ ഈ റാലിയിൽ പങ്കെടുക്കാനാണ് പ്രവീൺ തൊഗാഡിയയും സ്വാതി പ്രാച്ചിയും തിരുവനന്തപുരത്ത് എത്തുന്നത്. തൊഗാഡിയയും സ്വാതിയും വികാരപരമായ പ്രസംഗത്തിലൂടെ അണികളെ ഇളക്കിവിടുകയും ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നുമാണ് വിലയിരുത്തുന്നത്. അതിനിടെ ശബരിമല പ്രക്ഷോഭത്തിന്റെ ദിശയെ തകർക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഇറങ്ങരുതെന്ന് അണികൾക്ക് RSS നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതീഷിന്റെ സമരത്തോട് RSSന് യാതൊരു അനുഭാവവുമില്ലെന്നാണ് വിശദീകരണം. മനസ്സിനകത്ത് യഥാർത്ഥ വിശ്വാസമുള്ള വിശ്വാസികൾ തിരിച്ചറിയണം ആരാണ് തൊഗാഡിയെന്നും സ്വാതി പ്രാച്ചിയെന്നും. വർഗീയ ചൊവ്വ കൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ടായി പിളർത്തിയവർ. മുസ്ലിം ആരാധനാലയങ്ങളും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും തല്ലിപ്പൊളിക്കാൻ പ്രഖ്യാപിച്ചവർ. പശുവിന്റെ പേരിൽ മനുഷ്യനെ അരുംകൊല ചെയ്തപ്പോൾ പ്രതികളെ സംരക്ഷിച്ചവർ. മറന്നുപോകരുത് ഒരു വിശ്വാസിയും ഈ വർഗീയ മത പ്രാസംഗികരെ. വിശ്വാസം ഹനിക്കപ്പെടുമ്പോൾ വിശ്വാസികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വർഗീയ ചൊവ്വയില്ലാതിരിക്കാൻ മാറ്റി നിർത്തപ്പെടേണ്ടവരാണിവർ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇവരെടുക്കാൻ പോകുന്ന നിലപാടെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.